അതെ, ഞാൻ കൊണ്ടുവന്ന കേസായതുകൊണ്ട് ഭംഗി വാക്ക് പറയാനെന്ന് വിചാരിക്കരുത്. ആ കോളനിയിൽ ഇത്ര സൽസ്വഭാവിയും കുലീനവതിയുമായ ഒരു പെണ്ണില്ല. ആണും പെണ്ണുമായിട്ട് അതൊരെണ്ണം മാത്രമേ ഉള്ളൂ. ഉണ്ണിത്തരൊരു മകളുണ്ടാ? ഉണ്ട്, പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഒരു പപ്പട മോറി. ഞാൻ അവളുടെ മുഖത്ത് മാത്രം നോക്കിയിട്ടില്ല. എന്നാ ഇത് അവിടെ തന്നെ സംശയമില്ല. ഞാനിപ്പോ പുറത്ത് നിന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ഭാവിച്ച് പണ്ട് പോലത്തെ തന്നെ എനിക്ക് തോന്നുന്നു. കാരണം അവിടുത്തെ ചിരി ഇവിടെ വരെ കേൾക്കാം. ചേച്ചി അത്ര വൈബ്രന്റ്. ഈ ഒച്ചത് കുറച്ച് കുറക്കാൻ പറ്റുമോ? ഏതൊച്ച? ഈ സംസാരത്തിന്റെ ഒച്ച. ചെവിന്നൊരു കിളി പറന്നു പോയാ? അത് ഈ സാധനത്തിന്റെ പ്രത്യേകതയാ. കാരണം അത്രയ്ക്ക് വൈബ്രന്റ് ആണ് ചേച്ചി. നമ്മൾ ആ ഹണിബിക്കത്തൊക്കെ കാണുന്ന ആ ഒരു വൈബ്രന്റ് അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ ആദ്യമായിട്ടായിരിക്കില്ല ചേച്ചിയെ നേരിട്ട് കാണുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ്. അപ്പം വെറുതെ ചൊറിയല്ലേട്ടാ. അല്ലെന്ന് ഇവിടേക്ക് വരുമ്പോഴത്തേനും ചേച്ചിയുടെ ഒരു ക്യാരക്ടർ എന്താണ്? ഞാൻ ഇങ്ങനെ സീതസാവാനൊക്കെ നോക്കും. അതായത് ഭയങ്കര മെച്ചുവേർഡായി. അതെങ്ങനെ? ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം, നീ എന്റെ കൂടെ നിന്നാ മതി. അല്ലെന്ന് ഇവിടേക്ക് വരുമ്പോഴത്തേനും ചേച്ചിയുടെ ഒരു ക്യാരക്ടർ എന്താണ്? ഏലക്കാരിയാ കൊച്ചമ്മയുടെ ഭാവം. One step up and one step down. That is the way to London town. ഭയങ്കര സീരിയസ് ഇന്റലക്ച്വൽ ആയി എന്നൊക്കെ പറയിപ്പിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതെ, പക്ഷെ പാളിപ്പോ. എന്താണ് അതിന്റെ മുഖത്തൊരു വാട്ടം? കാര്യങ്ങൾ കുളമായോ? അതായത് നിങ്ങൾ സിനിമാ നടനൊക്കെ ആയി കഴിഞ്ഞിട്ട് നിങ്ങളെ പറ്റി തന്നെ കേട്ടിട്ട് ഞെട്ടിപ്പോയി റൂമർ ഉണ്ടോ? ലെറ്റ്സ് ബി ഓപ്പൺ. ഒരു വഴി തെളിയുന്നുണ്ട്. എന്ത് വഴി? നീ നാറണം. നീ ഒരു നാറിയും ആവാസനും തെമ്മാടിയും ഒക്കെ ആവണം. വൃത്തിയോട് പറയരുത്. എനിക്ക് എന്റെ എല്ലാ റൂമേഴ്സും ഞെട്ടാനേ എനിക്ക് സമയമുള്ളൂ. അതിന് മാത്രം ഞാൻ എന്തൊക്കെയൊക്കെ ഞാൻ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാണ്. ഞാൻ മരിച്ചു പോയി. എന്താണ്? ഒന്നുമില്ലേ, ഒരു ഭൂതം. പിന്നെ ഞാൻ പുറത്ത് പറയാൻ കൊള്ളാത്ത പലതും ഞാൻ കേട്ടിട്ടുണ്ട്. ഊളത്തരം വല്ലതും പറയാണെങ്കിൽ വേണ്ടട്ടോ. ഞാൻ അമേരിക്കയിൽ പോയിട്ട് അബോർഷൻ ചെയ്തു. ഒന്നും മറക്കണ്ട. ഓൾറൈറ്റ്. ഓക്കേ. ആർ യു എ വെർജിൻ? ഇവിടെ കൊച്ചിയിൽ പോയാ ഞാൻ അബോർഷൻ ചെയ്ത് മരിച്ചു ഞാൻ. എന്തല്ലേ? What you doing in the toilet? അതെന്താ തുടങ്ങി ഒരു 1-2 വർഷത്തിനുള്ളൊക്കെ കേൾക്കുമ്പോഴേ നമ്മളിങ്ങനെ എന്നൊക്കെ. ഇനി നീ എങ്ങാനും ഇതൊക്കെ പഠിക്കണ്ടേ? തെറ്റുന്നേ ശരിയല്ലല്ലോ ചേട്ടാ. അമേരിക്കയിൽ അബോർഷൻ ചെയ്തു, ആലുവയിൽ അബോർഷൻ ചെയ്തു, കൊച്ചിയിൽ അബോർഷൻ ചെയ്തു, ചെന്നൈയിൽ അബോർഷൻ ചെയ്തു. ഞാൻ എന്ത് പൂച്ചയോ? ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടീവ് ലുക്കില്ലേ? എന്റെ ദൈവമേ, അബോർഷൻ ചെയ്ത് എനിക്ക് വയ്യ. അവസാനം എനിക്ക് മടുത്തത് കേട്ടോ. ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും. കുഞ്ഞമ്മയുടെ മോള് ഗ്യാപ്പ് കളിക്കാൻ പോകും. ഇപ്പൊ തീരം കളിയാ ബോംബേലി. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. ആരെങ്കിലും എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ നിന്നെ പറ്റി ഞാൻ അബോർഷൻ ആണെങ്കിൽ ചെയ്തു എന്നങ്ങനെ വിചാരിച്ചേക്കാം. ഇത് തീർന്നില്ലേ? നിർത്തി. എന്റെ ചാരിത്രം രക്ഷപ്പെട്ടു. കേട്ട് പിന്നെ ഒരു സമയത്ത് ഞാനും അനൂപേട്ടനും കൂടി കല്യാണം കഴിഞ്ഞു എന്നൊക്കെ വരെ ആയിപ്പോയി. അതെ, ഇവര് കല്യാണം കഴിഞ്ഞില്ലല്ലോ, കെട്ടാൻ പോണല്ലോ ഉള്ളൂ. എന്നാ ഇവിടെ ഒരു പെണ്ണുങ്ങൾ കൊടുത്ത് കേട്ടേ പോ. അങ്ങനെ ഞാൻ ഞെട്ടി ഇപ്പൊ ഞെട്ടാറില്ല ഞാൻ. ഇപ്പൊ എന്ത് ആണോ? ഓക്കെ. നിങ്ങളുടെ കഥ കൊള്ളാം, നമുക്കത് സിനിമയാക്കാം. വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പം ഈ ചില ഡ്രസ്സുകൾ ചില സാധനങ്ങൾ കാണുമ്പോൾ ഇത് കൊള്ളാലോ, നൈസ് ആയിട്ടുണ്ടല്ലോ, ഇത് സ്വന്തമായിട്ട് കിട്ടിയിരുന്നെങ്കിലൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുക. കാണട്ടെ. നൈറ്റിയിലായോണ്ടാ സാരി എടുത്ത് നല്ല മുറ്റ് ഗ്ലാമറാ. സാരി എടുക്കാൻ പറഞ്ഞു കൊടുക്കും. കാണോ? ഏത് സാരി വേണം? കാഞ്ചീപുരം വേണം, ബനാറസ് വേണം, സിൽക്ക്?